ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തെക്കുറിച്ചാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം ശലോമോന്റെ ഭരണത്തിന്റെ തുടക്കത്തെയും ദൈവം അവന് നൽകിയ ജ്ഞാനത്തെയും കുറിച്ചുള്ള ഒരു ചരിത്രരേഖ മാത്രമല്ല, മറിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന നേതൃത്വത്തിന്റെ മാതൃകയും വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥഭാഗമാണ്. ദിനവൃത്താന്തകാരൻ ശലോമോന്റെ രാഷ്ട്രീയ വിജയങ്ങളെക്കാൾ ദൈവവുമായുള്ള ബന്ധത്തിനും ആരാധനയ്ക്കും ജ്ഞാനത്തിനും പ്രാധാന്യം നൽകുന്നു. ഈ അധ്യായം മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അധികാരത്തിലോ സമ്പത്തിലോ അല്ല, ദൈവ സാന്നിധ്യത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം: ദാവീദ് രാജാവിൻ്റെ മരണശേഷം ശലോമോൻ ഇസ്രായേലിൻ്റെ രാജാവായി ചുമതലയേറ്റു. രാജ്യം സമാധാനത്തിലായിരുന്നെങ്കിലും ഭരണപരമായും ആത്മീയമായും വലിയ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നു. ദേവാലയ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ജനങ്ങളെ ദൈവഹിതപ്രകാരം നയിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ സാഹചര്യത്തിൽ ശലോമോൻ ആദ്യം ചെയ്തത് സൈന്യത്തെ ശക്തിപ്പെടുത്തുകയോ ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കുകയോ അല്ല, ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുകയായിരുന്നു. ഇതിലൂടെ യഥാർത്ഥ നേതൃത്വം ദൈവസന്നിധിയിൽ ആരംഭിക്കണമെന്ന് ഈ അധ്യായം പ്രഖ്യാപിച്ച് പറയുന്നു. ഗിബെയോനിലെ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശലോമോൻ ഗിബെയോനിൽ ചെന്നത് യാദൃശ്ചികമായിരുന്നില്ല. മോശെ നിർമ്മിച്ച സമാഗമന കൂടാരവും വെങ്കല യാഗപീഠവും അവിടെയായിരുന്നു. അവിടെ 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചതിലൂടെ ശലോമോൻ തൻ്റെ രാജ്യത്വം ദൈവത്തിന് സമർപ്പിച്ചു. ഈ യാഗങ്ങൾ വെറും ആചാരപരമായ ചടങ്ങുകളായിരുന്നില്ല, അവ ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെയും കൃതജ്ഞതയുടെയും വിശ്വാസത്തിൻ്റെയും പ്രകടനമായിരുന്നു. ആരാധനയാണ് ദൈവിക നേതൃത്വത്തിൻ്റെ ആദ്യപടി എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അസാധാരണമായ ക്ഷണത്തെയും ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. ആരാധനയ്ക്ക് ശേഷം ദൈവം ശലോമോനോട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് തരയണമെന്ന് ചോദിക്കുക. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നു. ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷണങ്ങളിൽ ഒന്നാണിത്. ഈ ചോദ്യം ശലോമോന്റെ ഹൃദയത്തെ വെളിപ്പെടുത്താനുള്ള അവസരമായിരുന്നു. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ആത്മീയ മുൻഗണനകളെ വ്യക്തമാക്കുന്നു. ജ്ഞാനത്തിനായുള്ള പ്രാർത്ഥന ശലോമോൻ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുക്കളുടെ നാശമോ അല്ല ചോദിച്ചത്. ദൈവജനത്തെ നീതിപൂർവം ഭരിക്കുവാൻ ജ്ഞാനവും വിവേകവും മാത്രമാണ് അദ്ദേഹം അപേക്ഷിച്ചത്. ബൈബിളിൽ ജ്ഞാനമെന്നത് അറിവ് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഹൃദയം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകം, നീതിയോടുള്ള പ്രതിബദ്ധത, ദൈവഹിതം തിരിച്ചറിയാനുള്ള ആത്മീയ പക്വത എന്നിവയുടെ സംയോജനമാണ് ജ്ഞാനം. ശലോമോന്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നേതാവ് സ്വന്തം മഹത്വത്തിനു വേണ്ടിയല്ല, തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ്. ഇവിടെ ദൈവത്തിൻ്റെ മറുപടി ശലോമോന്റെ സ്വാർത്ഥതയില്ലാത്ത അപേക്ഷ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് ദൈവം ജ്ഞാനം മാത്രമല്ല, സമ്പത്തും ബഹുമാനവും മഹത്വവും അവന് നൽകുകയുണ്ടായി. ഇവിടെ ഒരു ആത്മീയ തത്വം വെളിപ്പെടുന്നു. ദൈവത്തെ 1-ാം സ്ഥാനത്ത് വെക്കുന്നവർക്കും ദൈവഹിതം അന്വേഷിക്കുന്നവർക്കും ആവശ്യമായ മറ്റനുഗ്രഹങ്ങളും ദൈവം തൻ്റെ സമയത്ത് നൽകുന്നു. അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ ഫലമാണ്, എന്നാൽ അവയുടെ കേന്ദ്രം എപ്പോഴും ദൈവം തന്നെ ആയിരിക്കണം. നേതൃത്വത്തിൻ്റെ ദൈവശാസ്ത്രം എന്തെന്നാൽ 2 ദിനവൃത്താന്തം 1-ാം അധ്യായം
നേതൃത്വം എന്ന ആശയത്തെ പുതുക്കി നിർവചിക്കുന്നു. അധികാരം പ്രയോഗിക്കുന്നവനല്ല യഥാർത്ഥ നേതാവ്. ദൈവഹിതം അനുസരിച്ച് ജനങ്ങളെ സേവിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. ഈ ചിന്ത പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നുണ്ട്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കട്ടെ. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു. ഈ വാക്കുകൾ ശലോമോന്റെ പ്രാർത്ഥനയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനവും സമ്പത്തും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ ഈ അധ്യായം സമ്പത്തിനെ എതിർക്കുന്നില്ല. എന്നാൽ സമ്പത്തിനേക്കാൾ ജ്ഞാനത്തിന് മുൻഗണന നൽകുന്നു. ജ്ഞാനമില്ലാത്ത സമ്പത്ത് നാശത്തിലേക്ക് നയിക്കും. എന്നാൽ ദൈവീക ജ്ഞാനത്തോടു കൂടിയ സമ്പത്ത് ദൈവമഹത്വത്തിനും മനുഷ്യ സേവനത്തിനും ഉപകരണമാകും. ശലോമോന്റെ പിന്നീടുള്ള ജീവിതം ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നു. ജ്ഞാനം ലഭിച്ച വ്യക്തിക്കും ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ വീഴ്ച സംഭവിക്കാം. അതിനാൽ നല്ല തുടക്കത്തോടൊപ്പം വിശ്വസ്തമായ അവസാനവും അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ സഭയ്ക്കുള്ള പ്രയോഗങ്ങൾ എന്തെന്നാൽ, ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്കും ക്രിസ്തീയ നേതൃത്വത്തിനും നിരവധി പ്രായോഗിക പാഠങ്ങളെ നൽകുന്നു. ഒന്നാമതായി, ഓരോ ശുശ്രൂഷയും ദൈവസന്നിധിയിൽ നിന്ന് ആരംഭിക്കണം. പദ്ധതികളേക്കാൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകണം. രണ്ടാമതായി, സഭാ നേതാക്കൾ അധികാരത്തിനല്ല സേവനത്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നേതൃത്വം ഒരു പദവിയല്ല, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. മൂന്നാമതായി, വിശ്വാസികൾ ഭൗതിക അനുഗ്രഹങ്ങളേക്കാൾ ആത്മീയ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം. കാരണം ജ്ഞാനം ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ശരിയായ ദിശയിൽ നയിക്കുന്നു. നാലാമതായി, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹവും അവൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്ന അധ്യായമാണ്. ശലോമോൻ സമ്പത്തിനേക്കാൾ ജ്ഞാനം തിരഞ്ഞെടുത്തു. അധികാരത്തിനേക്കാൾ ദൈവസാന്നിധ്യം തിരഞ്ഞെടുത്തു. സ്വാർത്ഥതയ്ക്ക് പകരം ഉത്തരവാദിത്വം സ്വീകരിച്ചു. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. ഇന്നത്തെ ലോകം ശക്തിയെയും സമ്പത്തിനെയും വിജയത്തെയും പിന്തുടരുമ്പോൾ ഈ അധ്യായം വിശ്വാസികളെ ജ്ഞാനവും ദൈവഭക്തിയും വിനയവും അന്വേഷിക്കുവാൻ വിളിക്കുന്നു. യഥാർത്ഥ വിജയം മനുഷ്യന്റെ കഴിവിലല്ല, ദൈവം നൽകുന്ന ജ്ഞാനത്തിലും അവൻ്റെ സാന്നിധ്യത്തിലുമാണ്. അതിനാൽ തന്നെ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തെ 1-ാം സ്ഥാനത്ത് വെക്കുന്നവന് ദൈവം ജ്ഞാനവും അതിനോടൊപ്പം തൻ്റെ ഹിതപ്രകാരമുള്ള അനുഗ്രഹങ്ങളെയും നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.